ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂമും ആയിട്ട് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ വരുന്ന ഏരിയയിൽ തന്നെ അതായത് നമുക്ക് കട്ടിലിൽ നിന്നും ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ടി വിയുടെ ഓപ്ഷനും, അതായത് ബെഡ്റൂമിൽ തന്നെ ടി വിയുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മെയിനായിട്ട് വരുന്ന എൻട്രൻസിൽ വരുന്ന റൂമിൻ്റെ എൻട്രൻസിൽ വരുന്ന സ്വിച്ച് ബോർഡാണ്. അതിൻ്റെ നേരെ സൈഡിൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബെഡ് വരുന്നത്. അതായത് ബെഡ് സെൻറ്ററിൽ ഇട്ടതിന് ശേഷം രണ്ട് സൈഡുകളിലായിട്ട് രണ്ട് സൈഡ് ടേബിൾ കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ബെഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ടേബിൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ബെഡിൻ്റെ അല്ലെങ്കിൽ കട്ടിൽ കറക്റ്റായിട്ട് സെൻറ്ററിലിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡുകളിലായിട്ട് നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം അതിലേക്ക് വന്നിരിക്കുന്ന സീലിങ്ങിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നേരെ സീലിങ്ങിന്, അതായത് സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് വാർക്കയിൽ ഇടുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ആ കണക്ഷൻസ് നേരെ നമ്മൾ ബെഡ് സ്വിച്ചിലേക്ക് കൊടുത്തു. പിന്നെ വരുന്ന ഓപ്ഷൻ നമ്മൾ നേരെ വന്നതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് കണ്ട ടി വിയുടെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബെഡിൽ നിന്ന് തന്നെ നമുക്ക് ടി വി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വൈഫൈയുടെ കണക്ഷൻസ് അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഫ്ലോറിലേക്കൂടെ ആണെങ്കിൽ ഫ്ലോറിലേക്കൂടെ ചെയ്യാം. വൈഫൈയുടെ കണക്ഷൻ എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് ചെയ്യാം. ഇനി അതല്ല വേണമെങ്കിൽ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ പുറത്തേക്ക് നമുക്ക് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. ഡിഷിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ടി വിയുടെ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ താഴെ അതിൻ്റെ മെയിനായിട്ട് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളൊരു 6 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 2 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തു. അപ്പോൾ ഈ 2 മോഡ്യൂളിൻ്റെ ബോക്സിലാണ് നമ്മൾ ടി വിയുടെ പ്ലഗ് സോക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറി ഒരു സിസ്റ്റം വയ്ക്കുന്നതിന്, കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് 110 സെൻറ്റിമീറ്ററിൽ. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ എ സിയുടെ ഓപ്ഷൻ കൂടി അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. 2 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിരിക്കുന്ന എ സിക്ക് ഓപ്ഷനാണ്. അതായത് നമ്മൾ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ടി വിയുടെ ഓപ്ഷൻ കൊടുത്തു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എ സിയുടെ ഓപ്ഷൻ കൊടുത്തു. ഇനി നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തൊട്ടുപുറത്ത് ബാക്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ കയറി വരുന്ന ഏരിയയിലാണ്, റൂമിൻ്റെ കയറി വരുന്ന ഏരിയയിലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. ആ ബാത്റൂമിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സർക്യൂട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് 25 mm പൈപ്പിലും അല്ലാത്ത ലീഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ലീഡ് എന്ന് ഉദ്ദേശിച്ച ലൈറ്റ് ലീഡ്, ഫാൻ്റെ ലീഡ്, അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെറിയ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് 20 mm പൈപ്പിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നമ്മൾ സർക്യൂട്ടുകൾ മാത്രമാണ് 25 mm പൈപ്പിൽ കൊണ്ടുപോകുന്നത്. 25 mm എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പൈപ്പ് ആയതുകൊണ്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാതെ വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഏരിയയാണ്. ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന ഏകദേശം പൈപ്പിൻ്റെ കണക്ഷൻസും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a